ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരുപാട് നാളായി മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വപ്നം ഇന്ന് അതിവിടെ തുടങ്ങുകയാണ്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അമലൂന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പം ഞാനും കൂടെ എഴുന്നേറ്റതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി. രാവിലെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഈ കിളികളുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഞാനപ്പോൾ ഇത് കേട്ടോണ്ട് സ്ഥിരം ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വരികയാണ് ചായ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കും അമ്പൂനുള്ള ചായ ഞാൻ വെക്കുന്നുള്ളേ. അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അതെങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ 12 മണിയാവും. അങ്ങനെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പൂനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആൾ നല്ല ഉറക്കമാണ്. ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോയില്ല. ഇപ്പം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ ഉറങ്ങാൻ പറ്റും. ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് ഉറക്കമൊക്കെ കണക്കായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇഡലി സാമ്പാറുമാണ്. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു. പിന്നെ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്പു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി. പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. സ്വന്തമായിട്ട് ഞാൻ കഴിക്കാൻ പ്ലേറ്റിലെടുത്ത് കൊടുക്കും. കുറച്ചൊക്കെ അവൻ സ്വന്തമായിട്ട് കഴിക്കും. പക്ഷേ പിന്നെ അധികം ഒന്നും അങ്ങനെ വയറ് നിറയത്തക്ക പോലെ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനത് വാരി കൊടുക്കുകയാണ്. കൊടുക്കും കഴിയുമ്പോൾ അത്യാവശ്യം നല്ലോണം കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി സാമ്പാർ. അതപ്പോൾ നല്ലോണം കഴിച്ചോളും. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനും രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം അടുക്കളയിലോട്ട് കയറുകയാണ്. നമുക്കിനി ഉച്ചയ്ക്കത്തേക്കുള്ള ഞം റെഡി ആക്കണമല്ലോ. എൻ്റെ പുറകെ അമ്പും കയറിയിട്ടുണ്ട് അടുക്കളയിലെ. അവന് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണണം. അതിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. അത് അവന് കാണത്തില്ല. അതിന് വെള്ളത്തിന് കൊണ്ടിരുന്ന ക്യാൻ്റെ മുകളിൽ കയറി നിന്നാണ് കാണുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. പാത്രവും സ്പൂണും ഒക്കെ അവന് കളിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ എത്ര കളിപ്പാട്ടുണ്ടെങ്കിലും അവനതൊന്നും കളിക്കാൻ വേണ്ട. അവന് അടുക്കളയിലെ പാത്രവും സ്പൂണും ഒക്കെ മതി. അതിന് ഞാൻ എടുത്തുകൊണ്ട് വന്നതിന് നിന്ന് കരയുന്ന കരച്ചിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അടുക്കള നിൽക്കാനേ പറ്റത്തില്ല. ഒടുക്കത്തെ ചൂടാണ്. പിന്നെ ഞാൻ ഒരു ഷേക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അത് കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞാണ് എണീറ്റ് വന്ന് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുന്നത്. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് അമലു വന്നേ. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ച നാമമൊക്കെ ജപിച്ച് പിന്നെ അമലു വന്നപ്പോഴേ പറഞ്ഞായിരുന്നു നമുക്ക് വൈകിട്ടത്തെ ഫുഡ് വെളിയിൽ പോയി കഴിക്കാമെന്ന്. ഇത് കേൾക്കേണ്ട താമസം ഞാനും അമ്പും ചാടി കയറി ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വല്ലപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ വൈകിട്ട് ഒരു നൈറ്റ് റൈഡിന് പോകുന്നത് എനിക്കും അമ്പൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പോയത് KFCയിലോട്ടാണ്. ഇവിടെ അമ്പൂന് നല്ല പരിചയമാണ്. തുള്ളിത്തുള്ളിയുള്ള പോക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെല്ലാം നല്ല പരിചയമാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങളിവിടെ വരുന്നതാണ്. അതുകൊണ്ട് അവനവിടെ എല്ലാം നല്ലോണം അറിയാം. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് KFC. അതുകൊണ്ടാണ് ഞങ്ങൾ മാസത്തെ ഇടയ്ക്ക് ഒരു തവണയെങ്കിലും ഇവിടെ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്പൂൻ ഈ ഒരു ഫുഡ് മാത്രം ആരും വാരി കൊടുക്കുകയും വേണ്ട, ഒന്നും എടുത്തു കൊടുക്കുകയും വേണ്ട. അവൻ സ്വന്തമായിട്ട് തന്നെ അവൻ്റെ ആവശ്യത്തിന് കഴിച്ചോളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് KFC. അവനോട് ചോദിക്കുകയാണ്, അമ്പു പഠിച്ച് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് KFC ഒക്കെ മേടിച്ച് തരുമോ എന്ന്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞാനിവിടെ കൊണ്ടുവന്ന് KFC ഒക്കെ മേടിച്ച് തരാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ക്വാർട്ടറിലെത്തി. അവിടെ വന്നിട്ട് കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ എന്നും വൈകിട്ട് ഇതുപോലെ ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. പിന്നെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവിടെ അതിനകത്ത് തന്നെ പാർക്കുണ്ട്. അവനെയും കൊണ്ട് അവിടെ വന്നതാണ്. അങ്ങനെ അവൻ കുറച്ച് നേരം അതിൻ്റെ മണ്ടയിലെല്ലാം കയറി നടന്ന് കളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ രാത്രി വന്നിരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റും നല്ല സുഖമാണ് നമുക്കിങ്ങനെ വന്നിരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കളിക്കാൻ കാണേണ്ടതാണ്. ഇന്നിപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ടാണ് ആരെയും കാണാത്തത്. ഇതിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇത് വലിയ ആൾക്കാർക്ക് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അമ്പൂനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇറങ്ങാൻ. പക്ഷേ ഞാൻ ഇറക്കത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇറങ്ങാൻ. അങ്ങനെ കുറച്ച് നേരം ഞാനും അവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൊതു ഇവിടെ ഇരുത്തത്തില്ലായിരുന്നു. പിന്നെ കൊതുകടി സഹിക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് റൂമിലോട്ട്. അമ്പു അവിടെ നിന്ന് ഇപ്പോഴും ഇറങ്ങി വരത്തില്ല. അവൻ ഇനിയും കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെ ഒരുവിധം ഇറക്കിക്കൊണ്ട് വന്നു. നടന്നു പോകാൻ പറഞ്ഞ് അവൻ നടന്നു പോകത്തേയില്ല. അവൻ ഓടിയേ പോകത്തുള്ളൂ. ലാസ്റ്റ് എവിടെയെങ്കിലും വീഴുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരുപാട് തട്ട് മുല്ലപ്പൂ നിൽപ്പുണ്ടേ. നല്ല മണമാണ്. ഞങ്ങളിങ്ങനെ ഇന്ന് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ മുല്ലപ്പൂ പിച്ചിക്കൊണ്ട് പോകും. എന്നിട്ടത് കൊണ്ടുപോയി റൂമിൽ വെക്കും. അപ്പോൾ നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.